കൊല്ലത്തെ ഉത്സവത്തിനിടെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. മരുത്തടി ക്ഷേത്രത്തിൽ ഞായറാഴ്ചയാണ് സംഭവം. കുന്നത്തൂർ സ്വദേശി ഹരികൃഷ്ണനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മദ്യപ സംഘം പരിപാടിക്കിടെ ഹരികൃഷ്ണനുമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു. വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. നിങ്ങൾക്ക് പോകാനുള്ള വാഹനങ്ങൾ എടുക്കുകയുള്ളൂ. ഈ വാർത്തയുടെ വിശദ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം മനോജ് ചേരുന്നു. മനോജ്, നോക്കൂ, ഇത്രയും ആളുകൾ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു വിഭാഗം ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്. മദ്യപരാണ് തല്ലിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു മർദ്ദനത്തിന് കാരണം? എന്താണ് മർദ്ദനത്തിൻ്റെ അടിസ്ഥാനം? എന്താണ് പ്രകോപനമുണ്ടാക്കിയത്? നമ്പ്യാർ, ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ ശക്തികുളങ്ങര മരുത്തടി ക്ഷേത്രത്തിൽ തങ്കേങ്കി ഘോഷയാത്ര കാണാനെത്തിയതാണ് ഹരികൃഷ്ണനും സഹോദരനും ഒക്കെ. ഈ സമയത്ത് സദ്യാലയത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന 2-3 പേർ നിന്നപ്പോൾ അവരുടെ മുന്നിൽ വന്ന് നിന്നുവെന്നും തുടർന്ന് ഇവർ തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയും ചെയ്തു. അതായത് മുൻപിൽ നിൽക്കാൻ നീ ആരടാ എന്ന് ചോദിച്ചുകൊണ്ട് ഹരികൃഷ്ണനോട് തട്ടിക്കയറുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. പിന്നാലെ തന്നെ ഇത് സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. ഇതിൽ 3-4 പേർ ചേർന്ന് ഇവരെ മർദ്ദിക്കുകയായിരുന്നു. അതിൽ ഹരികൃഷ്ണനും അതോടൊപ്പം തന്നെ ഹരികൃഷ്ണന്റെ സഹോദരനും ഇത് പിടിച്ചു മാറ്റുന്നതിനിടെ പരിക്കേറ്റിട്ടുണ്ട്. ഹരികൃഷ്ണന്റെ തലയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന തടി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപാട് പേർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ സംഘം ചേർന്ന് നിർത്തി ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഹരികൃഷ്ണനെ നിലത്തിട്ട് ചവിട്ടുകയും അതോടൊപ്പം തന്നെ വലിയൊരു തടി കൊണ്ടുവന്ന് ഹരികൃഷ്ണന്റെ തലയ്ക്ക് അടിക്കുകയും ചെയ്തിരുന്നു. ഈ തലയ്ക്ക് അടിയേറ്റ ഹരികൃഷ്ണൻ അവിടെ തന്നെ ബോധരഹിതനായി വീണു. തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ ആക്രമണത്തിൽ 2 പേരെ ശക്തികുളങ്ങര പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ പരിക്കേറ്റ ഹരികൃഷ്ണന്റെ നില അതീവ ഗുരുതരമാണ്. കാരണം തലയ്ക്കാണ് അടിയേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റ് കൺഫർമേഷൻ ഒന്നും, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചതായി പ്രാഥമികമായി ഒരു വിവരമുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ ഹരികൃഷ്ണനും സഹോദരനുമാണ് പരിക്കേറ്റത്. ഇത് ചോദിക്കാൻ ചെന്ന രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയെയും ഇവർ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവത്തിൽ 2 പേരെ, അതായത് സുനിൽ, രതീഷ് എന്ന പേരുള്ള 2 പേരെയാണ് ശക്തികുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അടൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയാണ് ഈ ഹരികൃഷ്ണൻ. ഉത്സവത്തിന്റെ ഭാഗമായി എത്തിയതാണ്. കുന്നത്തൂർ സ്വദേശിയാണ്. ഈ ഉത്സവത്തിന്റെ ഭാഗമായി ഈ തങ്കേങ്കി ഘോഷയാത്ര കണ്ട് സദ്യാലയത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനെ ഒരു സദ്യാലയത്തിന് സമീപത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ക്രൂരമായാണ് ആ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന്, സംഘം ചേർന്ന് മർദ്ദിക്കുക, അത് കുറേ പേർ കാഴ്ചക്കാരായി ഇങ്ങനെ നോക്കി നിൽക്കുക. കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. കൊല്ലത്ത് ഉത്സവത്തിനിടെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റു. മരുത്തടി ക്ഷേത്രത്തിൽ ഞായറാഴ്ചയാണ് സംഭവം. കുന്നത്തൂർ സ്വദേശി ഹരികൃഷ്ണനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മദ്യപ സംഘം പരിപാടിക്കിടെ ഹരികൃഷ്ണനുമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു. വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എം മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.